ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. പിള്ളേരൊരു സാൻഡ്വിച്ചും കൊണ്ടുപോയി. പക്ഷെ അൺലൈറ്റിന് സാൻഡ്വിച്ച് കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അൺലൈറ്റിൻ്റെ ലഞ്ചാണ് ഇത്. മുരിങ്ങയിലക്കറിയും ക്യാബേജ് തോരനും കോവയ്ക്ക മെഴുക്കുവരട്ടിയും പപ്പടവും ഇഞ്ചിക്കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് വെജാണ്, അതുകൊണ്ടാണ് ഇത്രയും വിഭവങ്ങൾ. ഇതാ അൺലൈറ്റം പോകും. ഇനി സ്റ്റാൻഡിൽ കിടക്കുന്ന തുണി എടുത്ത് ഞാൻ ബാൽക്കണിയിലോട്ട് വെക്കട്ടെ. വെയിൽ കൊണ്ടില്ലെങ്കിൽ തുണിക്കൊരു വല്ലാത്തൊരു സ്മെല്ലാണെന്നേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഞാൻ വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിക്കുള്ള മാവങ്ങ് കുഴച്ച് വെച്ചു. അപ്പം ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവും. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോഴത്തേക്ക് മണി 3 കേട്ടോ. പിള്ളേർക്ക് ചപ്പാത്തിയും സ്റ്റൂ ഉണ്ടാക്കണം. ആദ്യം തന്നെ ഞാൻ കടുവ് വറുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും വാട്ടി ഇതാ കിഴങ്ങും ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വാട്ടുന്നുണ്ട്. ക്യാരറ്റ് ഒന്നും ഇട്ടില്ലെന്നേ, മറന്നു പോയതാ. ഇനി വേഗം ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കട്ടെ. ഇതാ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ അരയ്ക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെ 1, 2, 3 ഞാൻ എടുക്കുന്നില്ല, എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ സമയമില്ലെന്നേ. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും കുറവ്, കുറച്ച് ഉപ്പ് കൂടി ഇട്ടേക്കാം. ഈ കിഴങ്ങ് ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കൊഴുപ്പിനായിട്ട്. അല്ല വെള്ളം പോലെ ഇരിക്കും, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളം എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ജനലിൽ കൂടെ പറന്നുപോയി. ഇനി ഇവിടെ യുദ്ധക്കളമായിരിക്കും. ഞാൻ പറയുന്നുണ്ട് പോയി കുളിച്ചിട്ട് വാ, ഫുഡ് കഴിക്കാമെന്ന്. ഇവിടെ നിന്ന് കളിയോടെ കളിയാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും തൊയ്യൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് മോള് കുളിച്ചിട്ട് വന്ന് എന്നെ ചപ്പാത്തി വിട്ട് സഹായിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഇനി ഞാൻ പഠിപ്പിക്കാൻ പിടിച്ചിരുത്തിയേക്കാണ്. അപ്പോഴാണ് ഈ അടി നടക്കുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇതിന്റെ ഇടയ്ക്ക് കയറി അടി കൊണ്ട് ഞാനൊരു ചെണ്ടയായി മാറിയിരിക്കും. മോനെ ഇളയതാണേ, അതുകൊണ്ട് തന്നെ അവന് കുറച്ച് പിരിപ്പ് കൂടുതലാണ്. അവളുടെ അടുത്ത് അടിക്കായിട്ട് അങ്ങോട്ട് ചൊറിഞ്ഞ് ചെല്ലും. അവളുടെ കയ്യിൽ നിന്ന് നല്ലത് മേടിച്ച് കെട്ടുകയും ചെയ്യും. കുറച്ച് നേരം ആ യുദ്ധം കഴിഞ്ഞതാ മോള് അവനെ ഗ്രാമർ പഠിപ്പിക്കുകയാണ്. അവള് കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവൻ ഏത് ലോകത്താന്ന് അവന് തന്നെ അറിയത്തില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി പഠിപ്പിക്കാനായിട്ട് കയറട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.